ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം ഒക്ടോബർ 31 ജപമാല മാസത്തിലെ സമാപന ദിവസം. എൻ്റെ കയ്യിലുള്ളൊരു ജപമാല കളക്ഷനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇത്രയും ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നത് എൻ്റെ അമ്മച്ചിയുടെ ശ്രമമാണ്. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ജപമാലകളുണ്ട്. പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ടുവന്ന ജപമാലകൾ, മിഷൻ ജപമാല, ആൽഫബറ്റിക്കൽ ജപമാല, ബട്ടർഫ്ലൈ ജപമാല, ജീസസ് യൂത്തിൻ്റെ ജൂബിലി ജപമാല, മെജിഗോര ജപമാല, പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ജപമാലകൾ, അതുപോലെ തന്നെ പല പാപ്പാമാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജപമാലകൾ, തിരുശേഷിപ്പുള്ള ജപമാലകളൊക്കെ ഈ കളക്ഷനിൽ ഉൾക്കൊള്ളുന്നു. ഇതൊരു ചെറിയ തിരുശേഷിപ്പിൻ്റെ കളക്ഷൻ കൂടിയാണ്. പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർക്ക് അത് ഓർത്തെടുക്കാൻ സാധിക്കും. ചില സംശയങ്ങളിലൂടെയും ചില ആശയക്കുഴപ്പത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചില പ്രത്യേക വഴികളിലൂടെ പ്രത്യേക സന്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ട് അതിന് ആ ഒരു ആശങ്കയ്ക്ക് മറുപടിയൊക്കെ നൽകാണ്ട് കാണാൻ സാധിക്കും. ഒരു പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം ഒറ്റയിരിപ്പിന് വായിച്ചെടുക്കാനുള്ളതല്ല. അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഒരു വരി എടുത്ത് വായിക്കുക. വായിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ബൈബിൾ വചനപ്പെട്ടിയൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് ഒരു വചനമൊക്കെ എടുത്തിട്ട് ഈശോ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന പോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ജപമാല മാസത്തിൻ്റെ സമാപന ദിവസം ഒരു വരി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം എടുക്കാം. പരിശുദ്ധ അമ്മ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മളൊക്കെ പാപികളാണ്, എങ്കിലും അമ്മ നമ്മളെ സ്നേഹിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്കിവിടെ മറുവശത്തായിട്ട് കാണാൻ സാധിക്കുക. ഇങ്ങനെ ഓരോ വരികളേ ഉള്ളൂ. പുസ്തകം ചിലർക്കെങ്കിലും പരിചയം കാണാം. ഒരു പരിശുദ്ധമ്മ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നൊരു പുസ്തകമാണിത്. പരിശുദ്ധമ്മയോടുള്ള ഭക്തിയിലായിരുന്നുകൊണ്ട് ജപമാല മാസം സമാപിക്കുമ്പോൾ ജപമാല പ്രാർത്ഥന സമാപിക്കുന്നില്ല. 2026 ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ജപമാല ഭക്തിയുടെ ദിവസങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ജപമാലയിൽ മുറുകെ പിടിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം. ആവേ മരിയ.